നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും തറപ്പരിപാടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കലുങ്ക് സംവാദമാണ് എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു ഉപയോഗവുമില്ലാതെ താനൊരു രാജാവാണെന്നും തൻ്റെ ചുറ്റിനും കുറേ പ്രജകൾ ഇങ്ങനെ നിരന്നിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയോടുകൂടി ഒരാൾ നടത്തുന്ന പരിപാടിയാണ് കലുങ്ക് സംവാദം എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. ഇനി 14 ജില്ലകളിലും ഇത്തരത്തിൽ കലുങ്ക് സംവാദങ്ങൾ സംഘടിപ്പിക്കാൻ പോവുകയാണെന്നാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകനായ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറയുന്നത്. ഏറ്റവും നെറികെട്ട, ജനങ്ങളെ പച്ചയ്ക്ക് കബളിപ്പിക്കുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, പൊട്ടന്മാരാക്കുന്ന ഒരു നടപടി. എന്തുകൊണ്ട് ആ ജനങ്ങൾ പൊട്ടന്മാരാകുകയും വിഡ്ഢികളാകുകയും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ്റെ അവസ്ഥയെ നമുക്കറിയാം. എന്നിട്ട് അതുകൊണ്ട് അങ്ങ് മെഴുകുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. ഞാൻ ഇടപെട്ട്, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് സർക്കാർ അങ്ങനെ ചെയ്തു, അല്ലേ, സർക്കാർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, മെഴുകുക എന്ന് പറയും. പച്ച മലയാളത്തിൽ പറയാൻ മെഴുകുക എന്ന് പറയും. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് സർക്കാർ ഏറ്റില്ലേ, സർക്കാർ വീട് വെച്ച് കൊടുക്കില്ലേ, ഞാൻ ഇങ്ങനെ കുറേ അധികം ആൾക്കാരെ അയക്കും. എന്ത് വിഡ്ഢിത്തരമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു സാധാരണക്കാരൻ കലുങ്ക് സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പ്രഹസനം നടത്തുന്നത്? അല്ല, അതൊരു വലിയ പ്രഹസനമാണ്. ആ പ്രഹസനം ആയതുകൊണ്ട് തന്നെയല്ലേ ഈ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യന് ഒരു കത്ത് എഴുതിയിട്ട് കേന്ദ്രമന്ത്രിയുടെ കയ്യിലോട്ട് വിശ്വസിച്ച് കൊടുക്കുന്നു. എന്നിട്ട് അത് ഒന്ന് തുറന്നു പോലും നോക്കാനുള്ള ധാർമ്മിക മര്യാദ ഇല്ലാത്ത ഒരു കേന്ദ്രമന്ത്രി ഈ കേന്ദ്രമന്ത്രി തിരിച്ചു കൊടുത്തങ്ങ് വിടുകയാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് സർക്കാർ, ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ MLA വന്നിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു വീടൊക്കെ വെക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെ വീട് അനുഭവിച്ച് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പറയണം, ഞാൻ ഇതുപോലെ കുറേ എണ്ണത്തിനെ അയക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ കലുങ്ക് സംവാദത്തിൽ വന്നിരുന്ന് സംസാരിച്ചോളൂ, ഞാൻ വലിയ മന്ത്രിയായ എൻ്റെ കയ്യിൽ നിങ്ങൾ നിവേദനമൊന്നും തരരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ സിനിമാ നടൻ, എൻ്റെ ഭരചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ, ആ ഭരചന്ദ്രന് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും ചങ്കൂറ്റം ഉണ്ടാകും. ഞാൻ സിനിമയിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെയല്ലേ സിനിമാറ്റിക് ഡയലോഗുകൾ കൊണ്ടങ്ങ് മെഴുകുക. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ തൃശ്ശൂരിലെ വിധിക്കപ്പെട്ട പാവപ്പെട്ട കുറേ ജനങ്ങൾ, സത്യം തൃശ്ശൂരിലെ ജനങ്ങളുടെ ഒരു പാവത്വം, കഷ്ടം എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. വോട്ട് ചെയ്തും പോയി, പണ്ടാരം ജയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്ത ദിവസം. മതിരിച്ചിട്ടെന്ന് ഞാൻ പറയുന്നില്ല, സംഭവിച്ചു പോയി, അബദ്ധം പറ്റിപ്പോയി. എന്നിട്ട് ഇപ്പോൾ പുതുതായി വീണ്ടും അടുത്ത കലുങ്ക് സംവാദം കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ടിട്ട് പാവപ്പെട്ട ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ നേരെ ചെന്നിട്ട് ചോദിക്കുക, അവിടെ കരുവന്നൂരിൽ ഞങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന കേന്ദ്രമന്ത്രിയോട്, ഇവിടെ പദയാത്ര നടത്തിയല്ലോ സുരേഷ് ഗോപി, കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നീതി കിട്ടണം, അവിടെയുള്ളവർക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തൊരു പ്രഹസനമായിരുന്നേ. നടന്ന് വായിന്ന് പദ വരെ വന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് പദയാത്രയല്ല, പിന്നീട് പദയാത്രയായി മാറിയത്. അങ്ങനെ ഒരു പേര് കിട്ടിയായിരുന്നു. അന്ന് അധ്യക്ഷനായിട്ടിരുന്നത് നമ്മുടെ കെ സുരേന്ദ്രനായിരുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനൊക്കെ അതിനെ ആ പദയാത്രയെ അനുഗമിച്ച കൂട്ടത്തിലുള്ളവരാണ്. ഈ പ്രഹസനം, അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി, സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദയാത്ര നടത്തുകയും ജനങ്ങളെ വിഡ്ഢിയാക്കുകയും ചെയ്ത ഒരു മന്ത്രിയാണ് ആര്? നമ്മുടെ സുരേഷ് ഗോപി. അപ്പോഴാണ് അതൊക്കെ, ആ നാടകമൊക്കെ കണ്ടതുകൊണ്ടാണ്, ആ നാടകം സത്യസന്ധമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ പാവം പിടിച്ച സ്ത്രീ വന്നിട്ട് ചോദിച്ചേക്കാൻ, ഞങ്ങളുടെ നിക്ഷേപമൊക്കെ തിരിച്ചു കിട്ടുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. ED പിടിച്ചെടുത്തൊക്കെ പണമൊക്കെ എങ്കിൽ മേടിച്ചു തരാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് എന്ന് പറ. ED പിടിച്ചെടുത്തുകൊണ്ട് പോയ പണമൊക്കെ എങ്കിൽ മേടിച്ചു തരാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറ, അല്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രിയോട് പറ. ആരാ? കെ രാജനോട് അല്ലേ? ആ പൈസ എങ്കിൽ പിരിച്ചെടുത്തുകൊണ്ട് തരാൻ കെ രാജനോട് പറ, നിങ്ങളുടെ മന്ത്രി എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പോയി തനിക്ക് കാണാൻ കഴിയുമോ, ഞങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ നിങ്ങളുടെ മന്ത്രിയല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. എന്താ അഹങ്കാരമല്ലേ? ഞാൻ ഈ നിങ്ങളുടെ മന്ത്രിയല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നത്? എനിക്കതൊന്നുമല്ല പണി. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രിയോട് പറയുക, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പ്രഹസനം അവിടെ നടത്തുന്നത്? നിങ്ങൾ ഈ പറയുന്ന കുറേയധികം സാധാരണക്കാരെ വിളിച്ച് തൻ്റെ മുന്നിലിരുത്തിക്കൊണ്ട് നിങ്ങളുടെ വീരവാദം കേൾപ്പിക്കുന്നത് എന്തിനാണ്?
നിങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്ന് പറയുന്നിടത്താണോ നിങ്ങളുടെ ഈ കലുങ്ക് സംവാദം? ജനങ്ങൾ കൊടുക്കുന്ന ഒരു പരാതി വായിച്ചു പോലും നോക്കാതെ മടക്കി കൊടുക്കുക, ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ മന്ത്രിയോട് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ MLA പറയുക. പിന്നെ എന്തിന് നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രഹസനം നടത്തുന്നു, ഇങ്ങനെ ഒരു നാടകം നടത്തുന്നു? ആരെ പറ്റിക്കാൻ? തൃശ്ശൂർ എടുക്കുകയാണെന്നും ഞങ്ങൾ പദയാത്ര നടത്തുമെന്നും ഞങ്ങൾ അത് ചെയ്യുമെന്നും ഇത് ചെയ്യുമെന്നും ഇവിടെ ഒരു സർക്യൂട്ട് രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദമുണ്ടാക്കി വലിയ രീതിയിൽ നിങ്ങൾ അവിടെ നിന്ന് പാവപ്പെട്ടവരെ പറ്റി ചോട്ടും മേടിച്ചുകൊണ്ട് പോയി കേന്ദ്രമന്ത്രിയായി. ഈ കേന്ദ്രമന്ത്രിയെ കൊണ്ട് ഈ പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ അവരെ അങ്ങനെ മുന്നിൽ പിടിച്ചിരുത്തിക്കൊണ്ട് കലുങ്ക് സംവാദം എന്ന് പറയുന്ന പോലെ പണ്ട് ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളവരെ പഞ്ചായത്ത് കൂട്ടം നാട്ടുകൂട്ടം കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ പറ്റിക്കാനാണ്? ഈ പാവങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കാനോ? ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറയണേ, എന്നാൽ പിന്നെ അവരങ്ങ് പോയി ചോദിക്കത്തില്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് വേണം അവർക്ക് മുഖ്യമന്ത്രിയോടൊക്കെ ചോദിക്കാൻ. ഈ പറയുന്ന പോലെ നിങ്ങൾ പിന്നെ ഈ സുരേഷ് ഗോപി പറഞ്ഞാലേ അവർക്ക് മുഖ്യമന്ത്രിയോടൊക്കെ ചോദിക്കാൻ കഴിയൂ? അതിന് സുരേഷ് ഗോപിയുടെ അനുമതി വേണോ? അല്ലെങ്കിൽ മന്ത്രി കെ രാജനോട് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ സുരേഷ് ഗോപി പറഞ്ഞു കൊടുക്കണോ അവരോട്? അങ്ങനെ ഒരു ഉപദേഷ്ടാവിനെ അല്ല അവർക്ക് വേണ്ടത്, അവർക്ക് മന്ത്രിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ MP ആണ് വേണ്ടത്. നിങ്ങൾ മന്ത്രി, ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് ഗതികെട്ട് എൻ്റെ നെഞ്ചത്തോട്ടിങ്ങ് കയറിക്കോ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോളാൻ ആ പാവപ്പെട്ട ഒരു വൃദ്ധയോട് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഉപയോഗിക്കുന്ന ഭാഷയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയോട് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുക. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ സുരേഷ് ഗോപി എന്ന് പറയുന്നത്? എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. രാജ്യത്തിൻ്റെ മന്ത്രിയല്ലെന്നേ, അങ്ങനെ അഹങ്കരിക്കാതെ സുരേഷ് ഗോപി. നിങ്ങൾ വെറും സഹൻ മാത്രമാണ്, വെറും സഹമന്ത്രി. അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും പെട്രോളിയം വകുപ്പിൽ, അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നാൾക്ക് നാൾ വില വെച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന പെട്രോളിയം മന്ത്രിയുടെ സഹനാണ് സുരേഷ് ഗോപി. അല്ല, നിങ്ങൾ മന്ത്രിയല്ല, രാജ്യത്തിൻ്റെ മന്ത്രി എന്ന് അങ്ങനെ അഹങ്കാരത്തോട് പറയാനുള്ള യാതൊരു അവകാശവും സുരേഷ് ഗോപിക്ക് ഇല്ല. വെറും സഹമന്ത്രി അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ അല്ല, ഞാൻ മന്ത്രിയല്ല, ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല, ഞാൻ സഹമന്ത്രിയാണ് എന്ന് തിരുത്തി പറയുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളുകള്ളി എന്താണെന്ന്. ഇങ്ങനെ 10 ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തുക, തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ജനങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ മന്ത്രിയോട് ചോദിക്കുക, MLA ചോദിക്കാനും പഞ്ചായത്ത് അംഗത്തോടെയും പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിക്കാൻ പറയുക. ഇങ്ങനെയെല്ലാം ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കാൻ ശ്രമിക്കുന്നു. കാര്യം എന്താ? തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനിയിപ്പോൾ MP സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെച്ചിട്ട് ഇനിയിപ്പോൾ നേരെ എങ്ങാനും കയറി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ഇനിയെങ്ങാനും ഒരു മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞാലോ എന്നുള്ളൊരു പൊട്ടമോഹം ഉണ്ടല്ലോ. ആ മോഹം ചിലപ്പോൾ കാണും, പറയാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി അല്ലേ ആള്, ആ മോഹമൊക്കെ ഉണ്ടാവും. പിന്നെ സർക്കാർ വിരുദ്ധത കുറേ ഇങ്ങനെ തുപ്പണം, സർക്കാർ വിരുദ്ധത ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കണം. ആണ് കൊച്ചുവേലായിൻ്റെ കേസ്. ഞാൻ ഇനി ഇങ്ങനെ അയക്കും, ആൾക്കാരെ ഞാൻ അയക്കും. നിങ്ങൾ അയക്കാൻ എന്ത്? സുരേഷ് ഗോപി എന്താ ഏതെങ്കിലും തിയേറ്ററിൻ്റെ മുന്നിൽ ഈ ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുന്ന ആളാണോ? ടിക്കറ്റ് കീറിത്തരാൻ വേണ്ടി നിൽക്കുന്ന ആൾ, ടിക്കറ്റ് ചക്കർ, അതാണോ സുരേഷ് ഗോപി? അതായത് ഇവിടെ നിന്നുണ്ട് ആൾക്കാർക്കിടയിലും മുഖ്യമന്ത്രിക്കിടയിലും അല്ലെങ്കിൽ കേരള മന്ത്രിസഭയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ഈ പറയുന്ന പോലെ അങ്ങോട്ട് കൈമാറ്റത്തിന് ഒരു മീഡിയേറ്റർ ആണോ? ജനങ്ങൾ നേരിട്ട് പറയേണ്ട കാര്യം ജനങ്ങൾ നേരിട്ട് പറയുന്നേ. സുരേഷ് ഗോപിയുടെ ഔദാര്യമൊന്നും ആർക്കും വേണ്ട. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വിടാം, അതിനൊക്കെ ഒരു മര്യാദ വേണം അല്ലേ? എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നൊക്കെയാണോ ഒരു സാധാരണ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സാധാരണക്കാരിയോട് പറയേണ്ടത്? എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോളാൻ അങ്ങനെയാണോ ഒരു മന്ത്രി ഉപയോഗിക്കേണ്ട വാക്കുകൾ? ഈ പറയുന്ന മന്ത്രി കേരളത്തിൻ്റെ മന്ത്രിയായിട്ട് എത്ര നാളായി? ഏകദേശം 1 കൊല്ലത്തിന് മേലെ ആയില്ലേ? എന്നിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കി എന്നിട്ട് ജനങ്ങൾ ചോദിക്കും. ഈ പറയുന്ന വയനാടുമായി ബന്ധപ്പെട്ട് എന്ത് കാണിച്ചു കൂട്ടി? അവിടെ കൂളിംഗ് ഗ്ലാസും വെച്ച് ബൂട്ട് വിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നടക്കാതെ എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. സുരേഷ് ഗോപി നടനായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി ചെയ്തു കൊടുത്തതെന്നെങ്കിലും മിനിമം പറയണം. അല്ലാതെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാൻ ഇങ്ങനെ ഒരു MP യുടെ ആവശ്യമില്ല. ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കുക.
ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതിനൊന്നും വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം കേൾക്കാനോ അത് പരിഹരിക്കാനോ വേണ്ടുന്നതല്ല, എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം നിങ്ങളോട് പറയും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. കാര്യം എന്താ, ഞാൻ മഹാരാജാവാണ്, ഞാൻ മഹാരാജാവായതുകൊണ്ട് രാജാവ് പറയുന്നത് കേട്ട് ജീവിക്കുക. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കലിംഗ് സഭ അല്ലെങ്കിൽ കലിംഗ് സംവാദം നടത്തുന്നതെന്ന് ആദ്യം സുരേഷ് ഗോപി ജനങ്ങളോടങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആരും ഒരു നിവേദനം പോലും സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊണ്ട് തരില്ല. ഒരാൾ പോലും കരുവന്നൂരിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരാളും ഒരു പേപ്പർ തുണ്ട് പോലും എഴുതി സുരേഷ് ഗോപിയുടെ കയ്യിൽ തരില്ല. ആദ്യം അതങ്ങ് പറഞ്ഞാൽ മാത്രം മതി. അല്ലാതെ ഈ പരാതി പറയാൻ വരുന്നവരെ അപഹസിച്ച് വിടുന്ന ഈ ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതി അതെടുത്ത് തൂത്തുവാരി എറിയാതെ സുരേഷ് ഗോപി രക്ഷപ്പെടില്ല.